കാർഷിക വാർത്തകൾ. ഇന്ത്യയുടെ ആഭ്യന്തര ചെമ്മീൻ വിപണി ദുർബലാവസ്ഥയിലാണ്. US താരിഫ് നഷ്ടം നികത്താൻ പുതിയ പദ്ധതിയുമായി ഇന്ത്യ. US താരിഫുകൾ മൂലം കടുത്ത ആഘാതം നേരിടുന്ന രാജ്യത്തെ ചെമ്മീൻ മേഖല ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ 50% താരിഫ് കാരണം മേഖലയ്ക്കുണ്ടായ വലിയ നഷ്ടം നികത്താൻ ഇത് സഹായിച്ചേക്കും. 40,000 കോടി രൂപയുടെ മത്സ്യ കയറ്റുമതി വിപണിയാണ് ഇന്ത്യയുടേത്. രാജ്യത്ത് പ്രതിവർഷം 10 ലക്ഷം ടണ്ണിലധികം ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആഭ്യന്തര പ്രതിശീർഷ ഉപഭോഗം 100 ഗ്രാം മാത്രമാണ്. രാജ്യത്തെ 5 മുതൽ 6 കിലോഗ്രാം പ്രതിശീർഷ മത്സ്യ ഉപഭോഗത്തിന്റെ 2% താഴെയാണ് ചെമ്മീനെന്നാണ് ഫാർമേഴ്സ് ഫെഡറേഷന്റെ വിലയിരുത്തൽ. ദുർബലമായ വിതരണ ശൃംഖലകൾ, വിപണിയിലെ അസ്ഥിരത, ഉപഭോക്തൃ അവബോധത്തിന്റെ അഭാവം എന്നിവ ഡിമാൻഡിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ചെമ്മീൻ കൈകാര്യം ചെയ്യാനും വിപണന യൂണിറ്റുകൾ സ്ഥാപിക്കാനും അസോസിയേഷൻ ആവശ്യമുന്നയിച്ചിരുന്നു. ഓരോ യൂണിറ്റിനും ഏകദേശം 50 കോടി രൂപ ചെലവാകും. 1000 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിൽ നിന്ന് ഇത് ആരംഭിക്കാനാകുമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി മൂല്യത്തിൽ വർധന. കയറ്റുമതി മൂല്യം 15% ഉയർന്ന് $1.05 ബില്യൺ. ആഗോള വില ഉയർന്നതിനെ തുടർന്ന് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 6 മാസങ്ങളിൽ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി മൂല്യം 15% വർദ്ധിച്ച് $1.05 ബില്യൺ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കയറ്റുമതി $918 മില്യൺ ആയിരുന്നു. രൂപയുടെ അടിസ്ഥാനത്തിൽ 2026 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിലെ കാപ്പി കയറ്റുമതി 19% വർദ്ധിച്ച് 9,119.24 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 7,678.74 കോടി രൂപയായിരുന്നു. ഉയർന്ന വിലയുടെ ഫലമായി കയറ്റുമതിക്കാർക്ക് യൂണിറ്റിന് 34% വില ഉയർന്ന് ടണ്ണിന് 4.71 ലക്ഷം രൂപ ലഭിച്ചതായാണ് കോഫി ബോർഡ് കണക്കുകൾ. ഒരു വർഷം മുമ്പ് ടണ്ണിന് 3.52 ലക്ഷം രൂപയായിരുന്നു. സെപ്റ്റംബറിൽ അവസാനിച്ച 2024-25 കാപ്പി വർഷത്തിൽ ഇന്ത്യൻ കാപ്പി കയറ്റുമതി 24% വർദ്ധിച്ച് $1.95 ബില്യൺ രേഖപ്പെടുത്തി. മുൻവർഷം ഇത് $1.57 ബില്യൺ ആയിരുന്നു. രൂപയുടെ അടിസ്ഥാനത്തിൽ 2024-25 കാപ്പി വർഷത്തിലെ കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ 13,098 കോടി രൂപയെ അപേക്ഷിച്ച് 28% വർദ്ധിച്ച് 16,816 കോടി രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ ഗോതമ്പ് വില ഇടിഞ്ഞേക്കും. റെക്കോർഡ് ഉൽപാദനവും ഉയർന്ന സ്റ്റോക്കും വിലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിലയിരുത്തൽ. US, ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, കാനഡ, റഷ്യ, ഉക്രൈൻ, കസാഖിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ റെക്കോർഡ് ഉൽപാദനമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. പല രാജ്യങ്ങളിലും ഉയർന്ന സ്റ്റോക്കുള്ളതും വിലയിടിവിന് കാരണമായേക്കുമെന്നാണ് വിലയിരുത്തൽ. സെപ്റ്റംബറിൽ $5.3 ശരാശരി പ്രതിമാസ വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർഷികാടിസ്ഥാനത്തിൽ 11.9% ഇടിവ്. 2025-2026 ആഗോള ഗോതമ്പ് ഉൽപാദനം 816.2 മില്യൺ ടണ്ണായി ഉയരുമെന്നാണ് വിലയിരുത്തൽ. ജർമ്മനി, റൊമാനിയ, ബൾഗേറിയ എന്നിവിടങ്ങളിലും ഉയർന്ന വിളവെടുപ്പ് പ്രവചിക്കുന്നുണ്ട്. റഷ്യയിൽ ശൈത്യകാല, വസന്തകാല ഗോതമ്പ് ഉൽപാദനം കൂടുതലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. കാനഡ, കസാഖിസ്ഥാൻ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ വിളവ് കൂടുതലായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.